നമസ്കാരം. ലൈംഗിക കുറ്റവാളി ജെഫ്രി എപ്സ്റ്റീൻ്റെ രഹസ്യരേഖകൾ പുറത്തു വന്നതിനെ തുടർന്ന് ബ്രിട്ടീഷ് രാജകുടുംബാംഗമായ ആൻഡ്രൂ രാജകുമാരൻ 5 സ്ത്രീകളുടെ മടിയിൽ കിടക്കുന്ന ഞെട്ടിപ്പിക്കുന്ന ചിത്രം പുറത്തു വന്നിരുന്നു. എവിടെയാണ് ഈ ചിത്രം പകർത്തിയതെന്ന ചോദ്യത്തിന് ഉത്തരം നൽകിയാണ് ഡെയിലി മെയിൽ. പുതുതായി പുറത്തു വന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം രാജകുടുംബത്തിൻ്റെ ഏറ്റവും വിശദമെന്ന് കരുതപ്പെടുന്ന സാൻഡ്രിംഗ്ഹാം എസ്റ്റേറ്റിലെ സലൂൺ റൂമിൽ വെച്ചെടുത്തതാണ്. ലൈംഗിക കടത്ത് സംഘത്തിലെ പ്രധാനിയായ ഗിസ്ലൈൻ മാക്സ്വെൽ ആൻഡ്രൂ രാജകുമാരൻ്റെ സമീപം ചിരിച്ചു നിൽക്കുന്നതും ചിത്രത്തിലുണ്ട്. ഇത് എപ്സ്റ്റീൻ, മാക്സ്വെൽ എന്നിവരുമായി രാജകുമാരനുള്ള ബന്ധത്തെക്കുറിച്ച് പുതിയ ചോദ്യങ്ങൾ ഉയർത്തിയിരിക്കുകയാണ്. വെള്ളിയാഴ്ച രാത്രി എപ്സ്റ്റീൻ ഫയലുകളുടെ ഭാഗമായി പുറത്തുവിട്ട ചിത്രത്തിൽ കറുത്ത സ്യൂട്ടും ബോട്ടയും ധരിച്ച് 5 സ്ത്രീകളുടെ മടിയിൽ കിടന്ന് ചിരിച്ചുകൊണ്ട് ഒരു സ്ത്രീയുടെ നഗ്നമായ കാൽക്കീഴിൽ മുഖം ചേർത്താണ് ആൻഡ്രൂ മൗണ്ട്ബാറ്റൻ വിൻസർ രാജകുമാരൻ കാണപ്പെടുന്നത്. അദ്ദേഹത്തിന് പിന്നിലായി എപ്സ്റ്റീൻ്റെ പ്രധാന ഇടപാടുകാരിയും ലൈംഗിക കടത്ത് കേസിൽ ശിക്ഷിക്കപ്പെട്ട പ്രതിയുമായ ഗിസ്ലൈൻ മാക്സ്വെൽ പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. US നീതിന്യായ വകുപ്പ് കറുത്ത മഷി കൊണ്ട് മുഖം മറച്ച മറ്റൊരു അജ്ഞാത സ്ത്രീയും ഇവർക്കൊപ്പമുണ്ട്. ബ്രിട്ടീഷ് രാജകുടുംബത്തിന് അതീവ പ്രാധാന്യമുള്ള മുറിയാണ് സാൻഡ്രിംഗ്ഹാം എസ്റ്റേറ്റിലെ സലൂൺ റൂം. രാജാവ് ഉൾപ്പെടെയുള്ളവർ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് ഒത്തുകൂടുന്നതും ടെലിവിഷൻ കാണുന്നതും കളിക്കുന്നതും ചായ കുടിക്കുന്നതുമെല്ലാം ഈ മുറിയിലാണ്. 19-ാം നൂറ്റാണ്ടിലെ ഈ കെട്ടിടത്തിൻ്റെ പ്രവേശന കവാടത്തിലുള്ള സലൂൺ റൂം രാജകുടുംബത്തിന് വലിയ ചരിത്രപരമായ പ്രാധാന്യമുള്ള ഒന്നാണ്. ഇങ്ങനെയൊരു അന്തപുരത്തിൽ വെച്ചാണ് വിവാദ ചിത്രം പകർത്തിയത് എന്നതാണ് കൂടുതൽ സംശയങ്ങൾക്ക് വഴിവെക്കുന്നത്. എപ്സ്റ്റീൻ, മാക്സ്വെൽ എന്നിവരെ പോലുള്ളവരെ രാജകുടുംബത്തിൻ്റെ ഈ വിശുദ്ധ മുറിയിലേക്ക് ആൻഡ്രൂ രാജകുമാരൻ എങ്ങനെ കൊണ്ടുവന്നു എന്നതിനെക്കുറിച്ചും അവർക്ക് പരസ്പരം എത്രത്തോളം അറിവുണ്ടായിരുന്നു എന്നതിനെക്കുറിച്ചും ഇത് ചോദ്യങ്ങൾ ഉയർത്തുന്നു. ഞെട്ടിക്കുന്ന ചിത്രം പുറത്തു വന്നതിന് മണിക്കൂറുകൾക്ക് ശേഷം ശനിയാഴ്ച രാവിലെ വിൻസറിൽ തൻ്റെ പതിവ് കുതിര സവാരിക്കിടെ ആൻഡ്രൂ രാജകുമാരനെ മാധ്യമങ്ങൾ കണ്ടു. നിരാശനായ രൂപത്തിൽ കവിളുകൾ വീർപ്പിച്ച് 65-കാരനായ രാജകുമാരനെയാണ് അപ്പോൾ കാണാൻ കഴിഞ്ഞത്. ലൈംഗിക കുറ്റവാളി ജെഫ്രി എപ്സ്റ്റീൻ്റെയും ലൈംഗിക കടത്ത് സംഘത്തിലെ പ്രധാനിയായിരുന്ന ഗിസ്ലൈൻ മാക്സ്വെലിൻ്റെയും പ്രവർത്തനങ്ങളെക്കുറിച്ച് ആൻഡ്രൂ രാജകുമാരൻ എത്രത്തോളം അറിവുണ്ടായിരുന്നു എന്നതിനെക്കുറിച്ച് ഈ പുതിയ ചിത്രം വീണ്ടും സജീവമായ ചർച്ചകൾക്ക് വഴി തുറന്നിട്ടുണ്ട്. ചിത്രം പുറത്തു വന്നതോടെ രാജകുടുംബം വീണ്ടും കടുത്ത പ്രതിരോധത്തിലായിരിക്കുകയാണ്. രാജകുമാരൻ്റെ നിലയെ കൂടുതൽ വഷളാക്കാൻ സാധ്യതയുണ്ടെന്നും നിരീക്ഷകർ വിലയിരുത്തുന്നു. വരാനിരിക്കുന്ന ക്രിസ്മസ് ആഘോഷങ്ങളെ ഈ വെളിപ്പെടുത്തൽ സാരമായി ബാധിച്ചിരിക്കുകയാണ്. ചാൾസ് രാജാവ് ആൻഡ്രൂവിൻ്റെ മക്കളായ ബിയാട്രീസ്, യുജീനി രാജകുമാരിമാരെ സാൻഡ്രിംഗ്ഹാമിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടെങ്കിലും അച്ഛനെ ചുറ്റിയുള്ള വിവാദങ്ങൾ ഇവരെ വിഷമസന്ധിയിലാക്കിയതായി ഡെയിലി മെയിൽ റിപ്പോർട്ട് ചെയ്യുന്നു. ആൻഡ്രൂവിനെ സാൻഡ്രിംഗ്ഹാമിലെ കുടുംബ കൂട്ടായ്മയിൽ നിന്നും പള്ളിയിലെ പ്രാർത്ഥനയിൽ നിന്നും മാറ്റി നിർത്താനാണ് സാധ്യത. ബിയാട്രീസ് രാജകുമാരി തൻ്റെ ഭർത്താവിനും മക്കൾക്കുമൊപ്പം എവിടെ ക്രിസ്മസ് ആഘോഷിക്കണമെന്നറിയാതെ കുഴങ്ങുകയാണെന്ന് കൊട്ടാരത്തോടടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു. എപ്സ്റ്റീൻ്റെ കുറ്റകൃത്യങ്ങളിൽ താൻ സാക്ഷിയാണെന്ന US അന്വേഷണ ഏജൻസികളുടെ വാദത്തോടോ ചോദ്യം ചെയ്യലിനോടോ ആൻഡ്രൂ ഇതുവരെ സഹകരിച്ചിട്ടില്ല. 2022-ൽ വിർജീനിയ ഗിഫ്രിയുടെ ലൈംഗിക അതിക്രമ പരാതിയിൽ കോടിക്കണക്കിന് രൂപ നഷ്ടപരിഹാരം നൽകി ഒത്തുതീർപ്പാക്കിയെങ്കിലും താൻ തെറ്റായ ഒന്നും ചെയ്തിട്ടില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് അദ്ദേഹം. പുറത്തു വന്ന 3 ലക്ഷത്തോളം രേഖകളിൽ ആൻഡ്രൂവിൻ്റെ മുൻ ഭാര്യ സാറ ഫെർഗൂസിൻ്റെ ചിത്രങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ട്. എപ്സ്റ്റീൻ്റെ വസതികളിലെ അശ്ലീല അലങ്കാരങ്ങളെക്കുറിച്ചും കുട്ടികളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്തിരുന്നതിനെക്കുറിച്ചും വ്യക്തമാക്കുന്ന നിരവധി ചിത്രങ്ങളാണ് ഇപ്പോൾ പൊതുമധ്യത്തിലെത്തിയിരിക്കുന്നത്. വെള്ളിയാഴ്ച പുറത്തുവിട്ട രേഖകളിൽ മുൻ അമേരിക്കൻ പ്രസിഡന്റ് ബിൽ ക്ലിന്റൺ, പോപ്പ് ഇതിഹാസം മൈക്കിൾ ജാക്സൺ തുടങ്ങി പ്രമുഖരുടെ നിരവധി ചിത്രങ്ങളും വിവരങ്ങളും ഉൾപ്പെടുന്നു. ജെഫ്രിയുടെ സ്വകാര്യ ദ്വീപിലെ സന്ദർശകരായിരുന്നു ഇവരിൽ പലരുമെന്ന് വ്യക്തമാക്കുന്ന രേഖകളും പുറത്തു വന്നിട്ടുണ്ട്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ചിത്രങ്ങളും നീതിന്യായ വകുപ്പ് പുറത്തുവിട്ട കോടതി രേഖകളിലുണ്ട്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയോടക്കം ട്രംപ് മോശമായി പെരുമാറിയെന്ന സൂചന രേഖകളിലുണ്ട്. 1990-കളിൽ ഫ്ലോറിഡയിലെ ട്രംപിൻ്റെ വസതിയായ മാർ എ ലാഗോയിൽ വെച്ച് 14 വയസ്സുള്ള പെൺകുട്ടിയെ ട്രംപിന് എപ്സ്റ്റീൻ പരിചയപ്പെടുത്തി കൊടുത്തതായിട്ടാണ് രേഖകളിൽ പറയുന്നത്. എപ്സ്റ്റീൻ ട്രംപിൻ്റെ കയ്യിൽ തട്ടിക്കൊണ്ട് കളിയായി ചോദിച്ചു, അവളൊരു നല്ല കുട്ടിയാണല്ലേ? ട്രംപ് പുഞ്ചിരിച്ചുകൊണ്ട് തലയാട്ടി. ട്രംപിൻ്റെയും എപ്സ്റ്റീൻ്റെയും കള്ളച്ചിരി കണ്ട് പെൺകുട്ടിക്ക് അസ്വസ്ഥത തോന്നി. എന്നാൽ ആ സമയത്ത് പെൺകുട്ടിക്ക് അതൊന്നും മനസ്സിലാക്കാൻ പറ്റുന്ന പ്രായമായിരുന്നില്ല. തന്നെ എപ്സ്റ്റീൻ വർഷങ്ങളോളം ചൂഷണം ചെയ്തതായി പെൺകുട്ടി ആരോപിക്കുന്നു. എന്നാൽ കോടതിയിൽ ട്രംപിനെതിരെ പെൺകുട്ടി ആരോപണങ്ങളൊന്നും ഉന്നയിക്കുന്നില്ല എന്നത് പ്രസിഡന്റിന് ആശ്വാസകരമാണ്.